സിനിമാ സീരിയൽ നടൻ പ്രേം പ്രകാശിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്ററും കേരള അസോസിയേഷൻ ഓഫ് ഡാലസും ചേർന്നാണ് അവാർഡ് സമ്മാനിക്കുക. ജനുവരി 4 നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാര സമർപ്പണം. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി പോലീസ്. സംസ്ഥാനത്തേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാറശാല പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം പാറശാലയിൽ ആംബുലൻസ് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ബൈക്ക് യാത്രികനെ ആംബുലൻസ് ഇടിച്ച് മുന്നോട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോയെങ്കിലും സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൃശൂർ ചാലക്കുടി പോട്ടയിലെ സാംസ്കാരികോത്സവമായ 4ാമത് പോട്ട ഫെസ്റ്റിന് തുടക്കം. ഫെസ്റ്റ് നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 31 വരെയാണ് ഫെസ്റ്റ്. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണർവ് പഠന ക്യാമ്പ് ആരംഭിച്ചു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആംഗ്യഭാഷാ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ച് കോഴിക്കോട് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. ഭിന്നശേഷിയുള്ളവരെ അറിയാനും അവരെ സഹായിക്കുന്നതിനും വളണ്ടിയേഴ്സിനെ പ്രാപ്തരാക്കുന്നതാണ് ആംഗ്യഭാഷാ പരിശീലന പരിപാടി. ആലപ്പുഴ കുട്ടനാട് സൗത്ത് യൂണിയന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് തുടക്കമായി. എടത്തുവയിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് CC മുകുന്ദൻ MLA. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷൻ അവതരിപ്പിക്കും.